ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഒരു മീൻ കറിയാണ് കേട്ടോ. നമ്മൾ മാങ്ങ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച് വെക്കുന്നൊരു മീൻ കറിയില്ലേ, അതാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചുള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ഒരു 2.5-3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം, എരിവനുസരിച്ച് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, താല്പര്യം ഇല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിത് അരയ്ക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ അരച്ചേക്കുന്ന ഈ പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാട്ട് മിക്സഡ് ജാർ നന്നായിട്ടൊന്ന് കഴുകി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങയുടെ പുളി അനുസരിച്ചാണ് മാങ്ങ എന്തോരം ചേർക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ 1/2 കിലോ അയലയാണ് എടുത്തേക്കുന്നത്. ഇതിന് ഏറ്റവും നല്ലത് മത്തിയാണ് കേട്ടോ. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് വെള്ളം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ അല്ല നിങ്ങൾ ഉണ്ടാക്കണതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.